ഹലോ ഫ്രണ്ട്സ്, എങ്ങോട്ടാണ് ഞങ്ങൾ പോകുന്ന പോലെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എവിടോട്ട് നമ്മൾ പോകുന്നതെന്ന്? ഇല്ല. ഞങ്ങളുടെ ആനിവേഴ്സറി കേട്ടോ, 6 years. അപ്പോൾ ഞാൻ ഷാനുവിന് സർപ്രൈസാന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ വെസ്റ്റ് ഫീൽഡ് മോളിലോട്ട് പോവുക. ഷാനുവിനൊരു ഐഡിയ ഇല്ല എന്താണെന്ന്. എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ? എനി ഐഡിയ ഗസ് ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും? അവിടെ പോയിട്ട് എന്തെങ്കിലും ഡാൻസ് ചെയ്യാനാണോ? അല്ല, അവിടെ എന്തോ ഇത് എന്താണ് ഡിസ്കോ സെൻറ്റർ എല്ലാം ആണോ അവിടെ ഡാൻസ് ചെയ്യാൻ? എന്തായിരിക്കും വാങ്ങാനാണെങ്കിൽ? ഫ്ലവർ ആണോ? ഫ്ലവർ വാങ്ങാൻ ഞാൻ ഷാനുവിനെ കൊണ്ട് പോവോ? ജാക്കറ്റ്, ഷൂസ് അതൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ വാങ്ങിയല്ലേ ഉള്ളൂ. നമ്മൾ ബർത്ത്ഡേക്ക് വാങ്ങിയത് ഇതല്ലേ? അറിയില്ല. നോ ഐഡിയ. ഓക്കെ, അപ്പോൾ നോക്കാം കേട്ടോ നമുക്ക് എന്താണ്. ലണ്ടൻ മലയാളി ഫാമിലിയുടെ പുതിയ വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. സമയം എത്രയായി ഇപ്പോൾ? 2 മണി. ഓക്കെ, ഇപ്പോൾ 2:08 ആയിട്ടുണ്ടേ. അപ്പോൾ റൂൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 minutes ആണ് ടൈം. 30 minutes. അതായത് നമ്മളിവിടെ നിന്ന് ഇപ്പോഴല്ല, നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം നോക്കിയിട്ട് കറക്റ്റ് അരമണിക്കൂർ. ഇപ്പോൾ 2:08 ആണെങ്കിൽ 2:10 നമ്മളിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എത്ര? 2:35 ആകുമ്പോഴത്തേന് 2:35 നമ്മൾ റിട്ടേൺ ഇവിടെ അല്ലെങ്കിൽ അവിടെ ആ എൻട്രിയുടെ അവിടെ വരണം. ഈ നമ്മൾ പകത്ത് കയറിയിട്ട് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്താണോ ഗിഫ്റ്റ്, ഞാൻ ഷാനുവിന് ഗിഫ്റ്റ് മേടിക്കും, ഷാനു എനിക്ക് ഗിഫ്റ്റ് മേടിക്കും. ഹാഫ് ആൻ അവർ ടൈം. ആ ഹാഫ് ആൻ അവറിൽ ബില്ല് ചെയ്ത് നമ്മൾ തിരിച്ച് അവിടെ വരണം, ആ എൻട്രി പോയിൻ്റ് അവിടെ. ഇൻ കേസ് ബില്ല് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നോ ഗിഫ്റ്റ്. അരമണിക്കൂറിനകത്ത് എന്താണ് ഷാനുവിന് എനിക്ക് മേടിക്കാൻ തോന്നുന്നത് അത് വാങ്ങുക, ബില്ല് ചെയ്യുക, അവിടെ വരിക. ഞാൻ ഷാനുവിനും വാങ്ങും. നമ്മൾ രണ്ടുപേരും കാർഡ്. അരമണിക്കൂർ 3/4 മണിക്കൂറാക്കിയാലോ? അത് പറ്റത്തില്ല, കാരണം നമ്മൾ ഭയങ്കര ഷോപ്പിംഗ് പേഴ്സൺ ആയതുകൊണ്ടാണ് അരമണിക്കൂർ. യു ക്യാൻ ടേക്ക്. എനിക്കല്ലേ ഗിഫ്റ്റ് മേടിക്കുന്നത്? അപ്പോൾ ഷാനുവിൻ്റെ കാർഡ്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ ഓക്കെ, അരമണിക്കൂറേ കറക്റ്റേ. അപ്പോൾ ഓക്കെ, കാണാം. ഓക്കെ, 2:45 ഇവിടെ എത്തണേ. അപ്പോൾ ഓക്കെ, ബൈ. ആക്ച്വലി എനിക്കൊരു പാൻസ് എടുക്കണം, പക്ഷേ ഈ തിരക്കിനിടയിൽ നടക്കുമെന്നറിയില്ല. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. ഗൈസ്, നെക്സ്റ്റ് ഇന്ന് ഡ്രസ്സ് എടുക്കാമെന്നായിരുന്നു പ്ലാൻ, പക്ഷേ അത് ക്ലോസ് ആയിട്ടുണ്ട്. ഇന്ന് ബോക്സിംഗ് ഡേ ആയതുകൊണ്ട് അത് ക്ലോസ് ആണ്. ബാഗൊന്നും ഇല്ല കേട്ടോ. ഞാനാണെങ്കിൽ ടാഗിളൊക്കെ മറന്നിട്ട് പിന്നെ തിരിച്ചു പോയി. എന്തായാലും ടൈമുണ്ട് നമുക്ക്. വേറെ എന്തെങ്കിലും കൂടെ വാങ്ങിയാലോ എന്ന് ആലോചിച്ചിട്ടാണ്. വി ഹാവ് 10 more minutes. വേറെ എന്താ വാങ്ങണം? ഇതാറെ പോയാലോ നോക്കാം. ഇവിടെ ബാഗൊന്നും ഇല്ല. പിന്നെ ഞാൻ വീട്ടിൽ സാധനം വാങ്ങാൻ വീടിൻ്റെ കവറിനൊക്കെ ഷാനു. നല്ല തിരക്കാട്ടോ, ബോക്സിംഗ് ഡേ ആയിട്ട്. സോ വി കാൻറ്റ് ബൈ എനിത്തിങ്. ഇപ്പോൾ ഇനി 5 minutes എന്തായാലും അവിടെ എത്തണം. പെട്ടെന്ന് പോകേ.
ഞാനിവിടെ എൻട്രൻസിൻ്റെ 2:40 5 മിനിറ്റ്സിൽ വെയിറ്റ് ചെയ്ത് വിളിച്ചു. സ്റ്റിൽ ഷാനു പരിസരത്തൊന്നുമില്ല. 4 more minutes. ഞാൻ എൻട്രൻസിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഷാനിനെ വിളിച്ചായിരുന്നു. ഷാനു പറഞ്ഞു അതാ വരുന്ന കഴിഞ്ഞ് ഓടി വരുന്നത്. പക്ഷേ 2 more minutes കൂടെ ഉള്ളു. എന്തായാലും നോക്കാം ഷാനു എത്തോ ഇല്ലെങ്കിൽ നമുക്ക് നോക്കാൻ വേണ്ട. 2:45 ആയി. ഷാനു വന്നിട്ടില്ല. ശരി 2:50 ആയി. ആദ്യത്തെ വീഡിയോ എടുത്ത സ്ഥലത്താണെന്നും പറഞ്ഞ് ഡയലോഗ് അടിച്ച് അവിടെ പോയി നിൽക്കുവാണ്. സമയമൊക്കെ കഴിഞ്ഞു. ഇപ്പം എന്തായാലും 2:55 ആയിരുന്നതോ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് എനിക്ക് കാണാം. കണ്ടോ, നിങ്ങളെ കണ്ടോ? കണ്ടോ അവിടെ നിൽക്കുന്നത്? ഒരാളിതാ സമയം ഇത്രയും സമയം എത്ര മണിയായി? ഞാൻ എപ്പോഴും ഇവിടെ നിൽക്കുക. എനിക്ക് കട്ടിലില്ലേ കാണിച്ചു തരാം. സമയം നോക്കൂ, കണ്ട 2:53. എന്താ ഗസ് ചെയ്യാൻ പറ്റുമോ? പെർഫ്യൂം ആയിരിക്കും. പെർഫ്യൂമാ? ആ, എത്രയാണ് ഇതിന്? എത്ര പൈസ നോക്ക് നീ. അല്ല, ഇത് എത്ര ഓഫർ ഉണ്ടോ അതിന്? ആ, ഓഫർ ഉണ്ടായിരുന്നു. എത്ര? 19, 20, 22 കണ്ട. ഇതിന്റെ ഒറിജിനൽ പ്രൈസ് 22. ഓഫർ ഇല്ല. എടുത്ത് അടിച്ചു നോക്കുന്നോ? വേണ്ട വേണ്ട, വീട്ടിൽ പോയിട്ട് അടിക്കും. ബ്രാൻഡിൽ ഇതിന്റെ സ്മെല്ല് എനിക്കറിയാം. ഞാൻ നോക്കി വെച്ചിരുന്ന സാധനം എനിക്ക് അറിയാമല്ലോ. എനിക്ക് തോന്നി ഇതായിരിക്കും വാങ്ങാൻ പോകുന്നത്. സത്യമായിട്ട് എനിക്ക് തോന്നി ഇതായിരിക്കും വാങ്ങാൻ പോകുന്നത്. നീ ഗസ് ചെയ്യും. ഞാൻ എന്തായിരിക്കും നോക്ക്. ലിഡിലിന്റെ കവറിലാണ്. നക്കിയല്ല, അവിടെ തീർന്നടാ, കവറില്ല. സീരിയസ് ആയിട്ട് എടുത്തു നോക്കി എങ്ങനെ ഉണ്ടെന്ന്. സീരിയസ് ആയിട്ട് ഇഷ്ടപ്പെട്ടു, സത്യം പറ. അല്ല, ഞാൻ നോക്കി എടുത്തത്. ഇത് അടിയിലിടാൻ നല്ലതാ ജാക്കറ്റിന്റെ കൂടെ. ഇത് പൊട്ടിച്ച് നോക്കാഞ്ഞിട്ട് എനിക്കൊരു സമാധാനമില്ല കേട്ടോ. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചലഞ്ച് പോയി. ഷാൻ്റെ മുഖം ഫുള്ള് കിട്ടുന്നില്ല. ചലഞ്ച് പോയി. കാരണം ഞാൻ 2:35 കഴിഞ്ഞപ്പോഴത്തേന് എൻട്രൻസിൻ്റെ അവിടെ വന്നു. 2:47 ആയപ്പോൾ ഞാൻ അവിടെ സാധനം എടുത്ത് കഴിഞ്ഞല്ലേ ഉള്ളൂ. 2:55 ആയി ഷാനു വന്നപ്പോൾ. എന്നിട്ട് ഇവിടെ വന്ന് നോക്കിയപ്പോൾ നിന്നെ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു അവിടെ എൻട്രൻസിൻ്റെ അവിടെ വന്നാലും മതി, ഇത് ആദ്യമേ വീഡിയോയിൽ പറഞ്ഞു. പക്ഷെ ഷാനു നൈസായിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഞാൻ എപ്പോഴേ ഇവിടെ വന്ന് നിൽക്കുക. നോക്കട്ടെ എന്തായാലും. ആക്ച്വലി എൻ്റെ ഫസ്റ്റ് സാറയുടെ പെർഫ്യൂം കേട്ടോ. ഞാൻ ഇത് കുറേ നാളുകൊണ്ട് നോക്കി വെച്ചേക്കുന്നേ. പക്ഷെ ഞാനാ പറയുന്നെങ്കിൽ ഞാനിത് എടുക്കത്തില്ലായിരുന്നു. അത് സത്യം. സൂപ്പർ സൂപ്പർ. അങ്ങനെ ഇതാ ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഉമ്മ നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നല്ല പെപ്പറിട്ട് വരട്ടിയ ചിക്കൻ റോസ്റ്റും സാലഡും മോരുകറിയും കപ്പയും ചിക്കൻ ഫ്രൈയും അവിയലും ഇഞ്ചിക്കറിയും കൊഞ്ചതീയലും അങ്ങനെ കെങ്കേമായിട്ടുള്ളൊരു ഊണ്. ഇത്രയും സ്പെഷ്യലൊക്കെ ഞങ്ങൾക്ക് വേണ്ടിയാണെന്ന് വിചാരിച്ചെങ്കിൽ അല്ല കേട്ടോ, ഞങ്ങളുടെ കസിന് വൈഫ് വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാക്കിയ സ്പെഷ്യലാണ് ഇതൊക്കെ. ഈസോ ഐസോ ഞങ്ങളെല്ലാവരും കൂടെ പുറത്തിറങ്ങി കുറച്ച് വൈബായിട്ട് എൻജോയ് ഒക്കെ ചെയ്ത് റെഡി ആയിട്ട് പെട്ടെന്ന് സെൻട്രലിലേക്ക് വിട്ടാലോ എന്നായി. ആനിവേഴ്സറി അല്ലേ, ഒരു കേക്കൊക്കെ കട്ട് ചെയ്യണ്ടേ. നല്ല തണുപ്പാണ് കേട്ടോ, അസഹനീയമായ തണുപ്പ്.
എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു ഒക്കേഷൻ നോക്കിയിരിക്കുന്ന ആളാണ് കേട്ടോ ഞാൻ. സ്പെഷ്യൽ ഡേയ്സ് സ്പെഷ്യലായിട്ട് തന്നെ അതിനെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ആ മെമ്മറീസ് ലൈഫ് ടൈം ചെറിഷ് ചെയ്യുകയും കീപ്പ് ചെയ്യുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അങ്ങനെ ഒരുപാട് അപ്പ് ആൻഡ് ഡൗൺസും മെമ്മറീസും ഹാപ്പിനെസ്സും ഒക്കെയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഞങ്ങളുടെ 6 years. പുറകിലായിട്ട് നോക്കുമ്പോൾ എനിക്ക് ശരിക്കും പ്രൗഡ് ഫീലാണ് കേട്ടോ. 2 എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സൺസ് ഇംപെർഫെക്ഷൻസിൽ നിന്ന് പെർഫെക്ഷനിലേക്ക് വന്ന ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഞങ്ങളുടെ ജേർണി. അൽഹംദുലില്ലാ ഫോർ എവറിത്തിങ് ദാറ്റ് we got in our life. Shanu, Isu, family, everything. So grateful and blessed. To you. Happy anniversary to you. Happy anniversary you guys. Happy 6th anniversary. Yay! അങ്ങനെ എന്റെ കേക്ക് പൊട്ടിയിരിക്കുന്ന ആനിവേഴ്സറി ആയിരുന്നു ഗൈസ്. ബിഗ് മൊമെന്റ് ഇൻ മൈ ലൈഫ്. നിന്റെ കാറിലാക്കിയിട്ടുണ്ട് കഴിക്കണം. അങ്ങനെ ഞങ്ങൾ ഹാപ്പി ആയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവരും സെലിബ്രേറ്റ് ചെയ്ത് കളർഫുൾ ആക്കി. ഇനി നേരെ വീട്ടിലേക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ബൈ.